എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. വാർത്തകളുടെ വൈകുന്നേരത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ന് കോഴിക്കോട് വലിയൊരു ദുരന്തമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഉണ്ട്. വരുത്തിവെച്ച വിനയാണ് ആ ദുരന്തം എന്ന് തന്നെ പറയാം. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതുൾപ്പെടെ മറ്റു വാർത്തകളും കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് ബീച്ചിന് സമീപം വലിയങ്ങാടിയിലാണ് കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് സ്ലാബ് തകർന്നു വീണ് 3 തൊഴിലാളികൾ മരിക്കുന്ന വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായത്. 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അവർ ചികിത്സയിലാണ്. കിണാശ്ശേരി സ്വദേശി ജബ്ബാർ, അത്തോളി സ്വദേശി അഷ്റഫ്, ബഷീർ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. വിനോദ്, പയ്യോളി സ്വദേശി കോയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റ കോയ ബീച്ച് ആശുപത്രിയിലും വിനോദ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒക്കെ ചികിത്സയിലാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. വളരെ കാലപ്പഴക്കമുള്ള ഒരു കെട്ടിടമായിരുന്നു. അത് പൊളിച്ചു നീക്കണം എന്നത് പറഞ്ഞിരുന്നതാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടത്തിന് ഏതാണ്ട് 70 വർഷത്തോളം പഴക്കമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണാണ് ഈ അപകടമുണ്ടായത്. നേരത്തെ തന്നെ ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതനുസരിച്ച് ഇത് പൊളിച്ചു നീക്കണമെന്ന നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതൊന്നും നടന്നില്ല എന്നതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചിരിക്കുന്ന സാഹചര്യം. തൊഴിലാളികൾ ഈ കയറ്റിറക്ക് തൊഴിലാളികളാണ്. അവർ ജോലിക്ക് ശേഷം ഈ ഒഴിഞ്ഞ കടയുടെ ഭാഗത്താണ് വിശ്രമിക്കാറ്. അവിടെ എപ്പോഴും ധാരാളം തൊഴിലാളികൾ ഉണ്ടാകാറുണ്ട്. ഇന്നും രാവിലത്തെ ജോലികൾക്ക് ശേഷം അവർ വിശ്രമിക്കുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഈ തൊഴിലാളികൾക്ക് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് പാളി അടർന്ന് വീഴുകയായിരുന്നു. നമ്മൾ പുതിയ കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളാണ്. അത് ഈ തൊഴിലാളികളുടെ ദേഹത്തേക്ക് വീണാണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരും മറ്റുമൊക്കെ ഈ കോൺക്രീറ്റ് പാളി ഉയർത്താൻ ശ്രമിച്ചെങ്കിലും അത് സാധ്യമായില്ല. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് അത് നീക്കിയത്. അതിനിടയിൽ അവിടെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ വരെ പെട്ടുപോയിരിക്കുന്നത് നമ്മൾക്ക് കാണാം. കെട്ടിടം പൊളിയുന്ന ശബ്ദം കേട്ട് ഓടി മാറിയതിനാൽ 2 തൊഴിലാളികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മറ്റുള്ളവരെല്ലാം അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം ഇതിനടിയിൽ പെട്ടുപോവുകയുമായിരുന്നു. ഒന്ന് എണീറ്റ് മാറാനുള്ള സമയം പോലും അവർക്ക് ലഭിച്ചില്ല. അതാണ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ സ്ലാബിനടിയിൽ 2 ഇരുചക്ര വാഹനങ്ങളും കുടുങ്ങി. അപകടമുണ്ടായ ഉടനെ ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം ഈ രക്ഷാപ്രവർത്തനമൊക്കെ തുടങ്ങിയത്. പക്ഷെ അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. വാഹനത്തിലെ ജാക്കി ലിവറും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് സ്ലാബ് ഉയർത്തി ആളുകളെ പുറത്തെടുക്കാനൊക്കെ ഇവർ ശ്രമിച്ചത്. പക്ഷേ അവരെ കൊണ്ട് പൊക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അതിൻ്റെ ഭാരം എന്നതാണ് അവർ പറഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി എത്തിയാണ് ഈ ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ ആശ്വാസമാണ് അവിടെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന മിനിറ്റുകൾക്ക് മുൻപ് വരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഈ ശബ്ദം കേട്ട് ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രം അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുകയായിരുന്നു. അതേസമയം വരുത്തിവെച്ച അപകടം എന്ന വലിയ അമർഷമാണ് അവിടുത്തെ ഈ നാട്ടുകാർക്കും ജീവനക്കാർക്കും ഒക്കെ ഉള്ളത്. കയറ്റിറക്ക് തൊഴിലാളികളൊക്കെ ആ സമയം നിറയെ പേരുണ്ടായിരുന്നു. അവർ പറയുന്നത് ഇത് ഒരു വരുത്തിവെച്ച അപകടം എന്ന നിലയിലാണ്. വലിയ വീഴ്ചയാണ് അധികൃതരുടെ ഭാഗത്ത് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആ അപകടത്തെ തുടർന്ന് നമ്മളുടെ ടീം അവിടെ എത്തുമ്പോൾ MS അനീഷ് കുമാറും നമ്മളുടെ ക്യാമറമാനും വിനോദും അവിടെ എത്തുമ്പോൾ വലിയ രോഷത്തോടുകൂടിയാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. കാരണം 2024 പൊളിക്കണമെന്ന് പറഞ്ഞ കെട്ടിടമാണ്. അതങ്ങനെ നിർത്തിയത് കൊണ്ടാണ് അവർക്ക് അവരുടെ സഹപ്രവർത്തകരെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാ രോഷവും അവരുടെ വാക്കുകളിലുണ്ടായിരുന്നു. വലിയങ്ങാടിയിൽ അപ്രതീക്ഷിതമാണ് അപകടമുണ്ടായത്. ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാൾ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, പേരെന്താണ്? എന്റെ പേര് അബ്ദുറഹ്മാൻ. എന്താണ് സംഭവിച്ചത്? നമ്മള് 5-6 ആളുകളുടെ ഉള്ളിൽ നോർമൽ 6 ആളാണ്. 6 ആളുകൾ കഥ പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ വീണതിന്റെ മോൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടർന്നു വരുന്നുണ്ട്. അപ്പൊ പിന്നെ ഇരുമ്പ് പൊരിയുന്ന ഒച്ചയും കേട്ട പാടെ ഞാൻ ഇറങ്ങി ഓടി. പിന്നെ
കാണുന്നത് ഇറ്റികളെ മേല് വീണെടുക്കണം, ബാക്കിയുള്ള ആളുകളെ മേല് വീണെടുക്കേണ്ടതാണ്. അതിൽ ഒരാൾ കോയാന്ന് പറഞ്ഞ ഒരാളുടെ ഇരുന്ന് മൂപ്പരിക്ക് കാലിന്റെ മുകളിൽ ചെറിയ പരിക്കില്, ബാക്കി എല്ലാവരും ഇതിന്റെ അടിയിലാണ്. ഞാനത് കണ്ടിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ എനിക്ക് കയ്യും കാലും പറിച്ചിട്ടൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ആളൊക്കെ വന്ന് രക്ഷപ്പെടുത്തിയ ആളെ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ പറ്റില്ല. പരിക്ക് വലിയ ശബ്ദത്തോടുകൂടിയാണ് ഇത് വീണത്. അത്യാവശ്യം നല്ല ശബ്ദത്തിലാണ് വീണത്. ആദ്യം ഒരു ചെറിയൊരു ഇരുമ്പ് എന്തോ പൊരിയുന്നമായുള്ള സൗണ്ട് കേട്ട്, ആ സൗണ്ട് കേട്ടൻ പാടാണ് ഞാൻ ഇറങ്ങി ഓടിയത്. ചേട്ടൻ ഇവിടെ ജോലി ചെയ്യുന്ന ആളാ? ഞാൻ ആ ഗോഡൌണിൽ സാധനം ഇറക്കുന്ന ആളാണ്. എന്തായാലും ജസ്റ്റ് അല്ലെ, ജസ്റ്റ് മിസ് എന്നാണ് നല്ല പറയാൻ. അവിടെ ഇപ്പൊ നമ്മളെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജബ്ബാർ എന്ന് പറഞ്ഞ ആളുണ്ട്. ഈ സെമീന എന്ന് പറഞ്ഞ ലോറിന്റെ ഓണറും ഡ്രൈവറൊക്കെ അല്ല ബഷീർക്കുണ്ട്. ഒരേ കൂടെ കയറുന്ന വിനോദ്, അസറു, പിന്നെ നമ്മളെ ഈ ഗാമ എന്ന് പറഞ്ഞ ഷോപ്പ് വർക്ക് ചെയ്യുന്ന ജബ്ബാറുണ്ട്. പിന്നെ പയ്യോളി കയറ്റുന്ന ഒരു കോയ ഉണ്ട്. ഇത്രയും ആളുകൾ എന്റെ ഓർമ്മയിലുണ്ട്. ഓടാൻ പറ്റിയില്ലായിരിക്കും. ഓടാൻ പറ്റില്ല. ഞാനും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് വയ്ക്കുന്നു. അപ്പൊ ഓടലും ഞാൻ ഓടി ഇറങ്ങലും ഇത് വികലും കഴിഞ്ഞു വയ്ക്കുന്നു. നിങ്ങൾ അത്ര പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? അത്ര ആളുകൾ എന്റെ ഓർമ്മയിലില്ല. കൂടാതെ ആരും ഉണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അപ്പൊ പെട്ടെന്ന് കഴിച്ചില്ലായെന്ന് പറയാം. അതെ അതെ അതെ, ഐസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നല്ലത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആളുകൾ ഓടി, അപ്പോഴേക്ക് പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഓടിക്കൂടി പൊന്തിക്കലും ഫയർഫോഴ്സിനും പോലീസിനൊക്കെ വിളിച്ച്. അതിൽ ഒരാളുടെ നില ഇത്തിരി ഗുരുതരമാണെന്ന് അങ്ങനെയാണ് കേട്ടത്. കൊണ്ടേ ആളുകൾ പറഞ്ഞു. ഇപ്പൊന്നും വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ഈ ശബ്ദം കേട്ട ഉടൻ തന്നെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിനും ജീവിതം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. മറ്റുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ പരിചയക്കാരായ ആളുകൾ തന്നെയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഒരാളുടെ നില അങ്ങേറ്റം ഗുരുതരമാണ് എന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കെട്ടിടം വീണപ്പോൾ, അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ കോൺക്രീറ്റ് പാളികൾ വീണപ്പോൾ തന്നെ ആളുകൾ, രക്ഷാപ്രവർത്തകർ എത്തുകയും മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്തായാലും വലിയ ഒരു രക്ഷപ്പെടലാണ് അദ്ദേഹത്തിന് സാധ്യമായിരിക്കുന്നത്. ലോറി ഡ്രൈവറും കൂടെ പണിയെടുക്കുന്ന ജോലിക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിന് സൗണ്ട് കേട്ടിട്ട് ഓടിപ്പോയ ആൾക്കാരുണ്ട്, രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. രക്ഷപ്പെട്ട ആൾക്കാർ അവിടെ പോയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. അവരറിഞ്ഞ് ഇങ്ങനെ ബിൽഡിംഗ് വീണിക്കണ്, അവിടെ കുറെ ആൾക്കാർ, 5-8 ആൾക്കാരുണ്ട്. അപ്പൊ അറിയുന്ന ആൾക്കാരെ പേരൊക്കെ പറഞ്ഞെന്ന് അങ്ങനെയാണ് ഇവിടെ എല്ലാവരും ഓടിയതുണ്ട്. പൊളിച്ചു പോരേണ്ട അവസ്ഥയിലുള്ളതാണ്. ഒന്നാമത് തൊഴിലാളികൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ഈ സൺസൈഡിൽ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. അതാണ് മെയിൻ പ്രശ്നം. പണി കഴിഞ്ഞാൽ ജോലിക്ക് തണലത്ത് അവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഇവിടെ അങ്ങനെ ഇരിക്കാറുണ്ട്. തൊഴിലാളികള് സാധാരണ ഇവിടെ ജോലി കഴിഞ്ഞാലും ഉള്ള സമയത്തൊക്കെ തന്നെ ഇവിടെ ഇരിക്കുന്ന തൊഴിലാളികളാ. 4-6 തൊഴിലാളികൾക്കാണ് പരിക്ക് വെച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക്. 6 ആൾക്ക്. നല്ല ഗുരുതരമാണ്. നല്ല ഗുരുതരമാണ്. അപ്പൊ അതില് നേരത്തെ ഇത് പൊളിക്കാനും ഒക്കെ ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷെ അത് ഇതിന്റെ വേണ്ടത്ര രീതിയിൽ ഈ പറയുന്ന ആളുകൾ കേസിന് പോയിട്ടും അല്ലാതെയും ഒക്കെ നേരം വഴി ഡിലേ ആയതാണ് ഇപ്പൊ ഈ ദുരന്തത്തിന്റെ കാരണം. ഇത് കോർപ്പറേഷന്റെ ഉടമസ്ഥലുള്ള കെട്ടിടമാണല്ലേ? കോർപ്പറേഷൻ നേരത്തെ പിന്നെ ഒഴിയാൻ വേണ്ടിയിട്ടൊക്കെ ഇത് കൊടുത്തതാണ്. കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് അൺഫിറ്റായിട്ട് പൊളിക്കാൻ വേണ്ടി വെച്ച ബിൽഡിംഗാണ്. എന്ത് കാരണം കൊണ്ടാണ് ഇത് പൊളിക്കാത്തതെന്ന് വ്യക്തമായി അറിയില്ല. ഇത് കോർപ്പറേഷന്റെ ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും 2 കൊല്ലം മുമ്പ് എടുത്ത തീരുമാനം, ആ തീരുമാനം എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല, വീണ്ടും എങ്ങനെ ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുത്ത് എന്നൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. ഒരുപാട് ആളുകളൊക്കെ എത്തുന്ന ഒരു ഇടമാണല്ലേ വലിയങ്ങാടി? ഏറ്റവും തിരക്കുള്ള ഏരിയ എന്ന നിലയിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് പൊളിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കാരണം അൺഫിറ്റായ ബിൽഡിംഗാണ്. ഒരു കാരണവശാലും ഇനി ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പാടില്ല. ഇത് ഏറ്റവും വലിയ കോർപ്പറേഷനിൽ നിന്നുള്ള ഏറ്റവും വലിയ അനാസ്ഥയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവികം ഇത് വരുത്തി വെച്ചൊരു വിനയാണ്, യാതൊരു സംശയമില്ല. ആ കാണുന്ന പുതിയ ബോർഡാണ്. എന്തിനാണ് ആ ലൈസൻസ് പുതുക്കി കൊടുത്തതെന്നുള്ളത് അന്വേഷിക്കണം. ആർക്ക് വേണ്ടി, ആരുടെ നിർദ്ദേശത്തിലാണ് ആ പുതിയ ബോർഡ് അവിടെ വെച്ച് ഈ പൊളിക്കാനായ അൺഫിറ്റ് ബിൽഡിങ്ങിന്റെ അകത്ത് ഇതുപോലെ സമാനമായ രീതിയിൽ ഇനിയും 4 ബിൽഡിങ്ങുകളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കൊണ്ടേ കാണിച്ചു തരാം. അവിടങ്ങളിലൊക്കെ അൺഫിറ്റ് ആക്കിയിട്ട് പോലും അവിടെ എന്താക്കുകയാണ്, ഇപ്പോഴും കടകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വരുത്തി വെച്ച വിനയാണ്. അത് കോർപ്പറേഷന്റെ അനാസ്ഥ തന്നെയാണ്, യാതൊരു സംശയമില്ല. സിമെന്റ് വാങ്ങി തേച്ച് വിടാന്നല്ലാതെ ബിൽഡിങ്ങിന്റെ കാലം ഇത് പഴക്കം ചെന്നുപോയി. 70 വർഷം കഴിഞ്ഞ ബിൽഡിംഗ് ഒക്കെ തന്നെ നിലനിർത്താൻ പാടില്ല, പൊളിച്ചു മാറ്റണം. ഇത് പുതുക്കി പെയിന്റ് അടിച്ചിട്ട് പുതിയ ഷോപ്പിന് കൊടുക്കാം. അതൊന്നും ശരിയായ രീതിയല്ല. ഇപ്പൊ 5 പേര് ഇരിക്കുന്നത് 5 പേരല്ല ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാറ്. സാധാരണ 10, 25, 30 പേര് ഈ റംസാനായിട്ട് നോമ്പിന് കിറ്റ് വാങ്ങാനും കിറ്റ് പാക്കറ്റ് ആക്കാനും ഒക്കെ ഇവിടെ. അപ്പോ ഇതാണ് അവിടുത്തെ ആളുകൾക്ക് പറയാനുള്ളത്. ഇതൊരു വരുത്തിവെച്ച അപകടം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അവിടെ അവർക്കൊപ്പം ജോലി ചെയ്തിരുന്നവർ, സമീപത്ത് കടകൾ നടത്തുന്നവരെല്ലാം തന്നെ. ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം എന്നത് വലിയ ഭീഷണിയായിരുന്നു അവർക്ക്. ഏതാണ്ട് 70 വർഷത്തോളം പഴക്കമുള്ളതാണ് ഈ കെട്ടിടം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിക്കാമെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നതാണ്. 2024 പൊളിക്കാൻ, ഈ കെട്ടിടം പൊളിക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നതാണ്. പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. ആ
പാസ്പോർട്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ ഇനി അത് തുടർന്നു കൊണ്ടുപോകാൻ പറ്റില്ല, കെട്ടിടത്തിന് കാലപ്പഴക്കം ഉണ്ട് എന്ന് കാണിച്ച് ഈ പാസ്പോർട്ട് ഓഫീസ് മാറ്റിയിട്ട് തന്നെ വർഷങ്ങളായി, ഏതാണ്ട് 10 വർഷത്തോളം ആകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷവും ഇതൊരു ഭീഷണിയായി നിലനിന്നു. പക്ഷേ ഈ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് പക്ഷേ ഇതിന് വീണ്ടും മറ്റ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഇതെങ്ങനെ നൽകി എന്നതിലാണ് ഇപ്പോൾ വലിയ ആരോപണം ഉയരുന്നത്. ഫിറ്റ്നസ് ഇല്ലാത്ത ഈ കെട്ടിടത്തിൽ മറ്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് എങ്ങനെയെന്ന ചോദ്യം ഉയരുന്നു. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു അരിപ്പൊടി ഗോഡൌൺ യൂണിറ്റാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നമുക്ക് കാണാം ആ ദൃശ്യങ്ങളിൽ അരിപ്പൊടിയുടെ ചാക്കുകെട്ടുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ആ സ്ഥാപനത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി എങ്ങനെ കിട്ടി എന്നതാണ് ഇപ്പോൾ ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം. അപ്പോൾ പുതിയ കോർപ്പറേഷൻ ഭരണസമിതി ചുമതലയെടുത്തിട്ട് അധിക സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുൻ ഭരണസമിതിയുടെ കാലത്ത് എന്താണ് നടന്നിട്ടുള്ള ഫയൽ നീക്കങ്ങൾ എന്നത് നോക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കാം എന്നതാണ് കോർപ്പറേഷൻ മേയറും കൗൺസിലറും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ബിൽഡിങ്ങുകൾക്ക് ലൈസൻസ് നൽകരുതെന്ന് നിരവധി തവണ പറഞ്ഞതാണ് എന്ന് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് SV സയ്യിദ് ഷമീൽ മുഹമ്മദ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഭവം അനാസ്ഥയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. സുരക്ഷാ സംവിധാനങ്ങളിൽ ഒരു അടിസ്ഥാനവുമില്ല, കൃത്യമായ പരിശോധനകൾ ഇല്ല എന്ന ഒരു വിമർശനം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത്. വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിമിഷങ്ങൾക്കകം 3 ജീവനാണ് ആ കടത്തിണ്ണയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമുയരുന്നു. ഇന്ന് പതിവിലും ആൾ കുറവായിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിലും വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു എന്നതാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ആദ്യം BJPയുടെ നേതൃത്വത്തിലാണ് അവിടെ വലിയ പ്രതിഷേധം രൂപപ്പെട്ടത്. BJP ജില്ലാ അധ്യക്ഷൻ പ്രകാശ് ബാബുവിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയങ്ങാടിയിലേക്ക് എത്തുകയും അവിടുന്ന് പിന്നീട് മാർച്ചായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് നീങ്ങുകയും ഒക്കെയായിരുന്നു. കോർപ്പറേഷൻ ഓഫീസിൻ്റെ മതിൽ ചാടിക്കടന്ന് പ്രവർത്തകർ അകത്ത് കയറിയത് പോലീസുമായി വലിയ രീതിയിൽ ഉന്തിനും തള്ളിനുമൊക്കെ ഇടയാക്കി. പിന്നീട് ഈ പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവിടെ പിന്നീട് പോലീസിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചും ഈ കോർപ്പറേഷന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും BJP പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കൊലയാളി മേയറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP പ്രവർത്തകർ പിന്നീട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തത്. പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം അരങ്ങേറി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം കോർപ്പറേഷൻ ഓഫീസിനുള്ളിൽ കടന്നു തന്നെ കാഴ്ചവെച്ചു. 3 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട സംഭവമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വലിയ പ്രതിഷേധമാണ് കോഴിക്കോട് അരങ്ങേറിയത്. അവസാനം ബലം പ്രയോഗിച്ച് നടക്കാനാവുന്നില്ല. മറുപടി പറയൂ അധികാരികളെ, അധികാരികളെ അന്ധന്മാരെ. പിന്നെ വ്യാപാരികൾക്ക് ലൈസൻസ് ബുദ്ധി കൊടുത്തു അതിനകത്ത് പ്രവർത്തിക്കാൻ
വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. 3 ജീവനുകൾ നഷ്ടപ്പെടുന്ന സംഭവമെന്ന് പറയുമ്പോൾ ആ രീതിയിൽ പ്രതിഷേധം ഉയരുക സ്വാഭാവികം തന്നെയാണ്. ഈ സംഭവത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതിന്റെ ഉത്തരവാദിത്തം കോർപ്പറേഷനാണെന്നാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. നമുക്കറിയാം LDFന് ഭരണം നിലനിർത്താനായ കോർപ്പറേഷനാണ്. നേരത്തെ ഭരണവും LDFന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണത്തിലുണ്ടായിരുന്ന കോർപ്പറേഷനാണ് ഇതിന്റെ ഉത്തരവാദിത്തം എന്നതാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അവർ കടന്നിരിക്കുന്നത്. നിങ്ങൾ പോലെ വീട്ടിലേക്കാണോ പോയെ? വീട്ടിലേക്കാണോ പോയെ? മേയർ മറുപടി പറയട്ടെ. ഇതിന് ലൈസൻസ് കൊടുത്ത സെക്രട്ടറി മറുപടി പറയട്ടെ. അത് പറയുമ്പോ ഈ ഇലക്ഷനിൽ ഇവിടെ നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ ഒരു CIക്ക് വല്ലാത്ത വേജാറ് BJPക്കാർ നിങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണോ പോയെ? അതുകൊണ്ട് ഞങ്ങള് ഒരു മറുപടി വേണം. ഇവിടെ നിന്നാ മറുപടി കിട്ടേണ്ടത്. ഈ നഗരഹൃദയത്തിൽ ലൈസൻസ് ഇല്ലാത്ത ഒരു കെട്ടിടത്തിന് 2 കൊല്ലമായി ടാക്സ് അടക്കാത്ത ഒരു കെട്ടിടത്തിൽ പരിപാടി നടത്താൻ 5:30 മണിക്ക് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് യോഗം ചേർന്ന് 2 ആഴ്ച മുമ്പ് അനുവാദം കൊടുത്ത മേയറായത് സെക്രട്ടറി അവിടെ ഉള്ളേ. ഇവരിൽ നിന്ന് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതുപോലെയുള്ള ഒരു കെട്ടിടമല്ല, നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങൾ ധനകാര്യ കമ്മിറ്റിയിൽ ഇരുന്ന സമയത്ത്. ലൈസൻസ് പുതുക്കാൻ വരുന്ന സമയത്ത് കെട്ടിടം അൺഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് പുതുക്കി പണിതുകൊണ്ട് സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് അത് ലൈസൻസ് പുതുക്കാവൂ എന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വരെ ഒരു കെട്ടിടങ്ങൾക്കെതിരെയും നടപടിയെടുക്കാൻ ഇവിടെയുള്ള സെക്രട്ടറിയോ ബഹുമാനപ്പെട്ട മേയറോ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല. ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നോട്ടീസിന് അനുസൃതമായിട്ടുള്ള ഒരു നടപടി കൈക്കൊള്ളുവാൻ ഇന്ന് വരെ തയ്യാറാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ജീവൻ പൊലിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് കോഴിക്കോട് കോർപ്പറേഷൻ ഏറ്റവും നാണം കെട്ടിട്ടുള്ള സാഹചര്യത്തിലേക്ക്, ഏറ്റവും ദയനീയമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇന്ന് നീങ്ങിയിരിക്കുന്നത്. ഈ കെട്ടിടത്തിന്റെ വിഷയം കൌൺസിലിൽ വന്നിട്ടുള്ളതായിരുന്നു. കെട്ടിടം അൺഫിറ്റ് ആണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയതാണ്. ആ അൺഫിറ്റ് ആയിരിക്കുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റി പുതുക്കി പണിയേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് കോഴിക്കോട് കോർപ്പറേഷനാണ്. സെക്രട്ടറിക്ക് ഉത്തരവാദിത്തമുണ്ട്, ബഹുമാനപ്പെട്ട മേയർക്കും അതിന്റെ ഉദ്യോഗസ്ഥർക്കും അതിന്റെ ഉത്തരവാദിത്തമുണ്ട്. എന്തുകൊണ്ടാണ് ഒരുപക്ഷെ ഇതിൽ നടപടി ഉണ്ടാവാതെ പോയതെന്ന് നിങ്ങൾ കരുതുന്നു? ഒരു നടപടിയും സ്വീകരിച്ചതായിട്ടില്ലല്ലോ. നിരവധി കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഇങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു രീതി കോഴിക്കോട് കോർപ്പറേഷൻ ഇല്ല. ചെറിയ വീടുകൾ, ചെറിയൊരു ബങ്കുകൾ അതൊക്കെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു വീട് അതിന്റെ ചോർച്ച തടയുന്നതിന് വേണ്ടി ഒരു ഷീറ്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു മാറ്റാൻ വേണ്ടി കോഴിക്കോട് കോർപ്പറേഷൻ മുന്നിൽ നിൽക്കാറുണ്ട്. എന്നാൽ കോർപ്പറേഷന്റെ തന്നെ അധീനതയിലുള്ള കെട്ടിടങ്ങളിൽ ഏറ്റവും വലിയ അനാസ്ഥയാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. വലിയ അനാസ്ഥയിലേക്കാണ് ഈ കൗൺസിലർമാർ ഉൾപ്പെടെ വിരൽ ചൂണ്ടുന്നത്. എന്തായാലും വലിയ പ്രതിഷേധവും അരങ്ങേറുന്നുണ്ട്. ഈ കോർപ്പറേഷൻ അധികൃതർ ഈ രീതിയിലുള്ള ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് പ്രവർത്തിക്കാൻ വ്യാപകമായ അനുമതി കൊടുക്കുന്നു എന്നതാണ് ഉയരുന്ന ആരോപണം. നേരത്തെ ഈ ആരോപണങ്ങൾ അവിടുത്തെ തൊഴിലാളികൾ ഉയർത്തിയത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു കെട്ടിടം മാത്രമല്ല, സമീപ പ്രദേശങ്ങളിൽ അങ്ങനെ ഭീഷണിയായി നിൽക്കുന്ന നിരവധി കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ മനുഷ്യന്റെ ജീവൻ വെച്ച് പന്താടുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. ചില ആളുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അല്ലെങ്കിൽ അവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഇത്തരം അപകട സാധ്യതയുള്ള കെട്ടിടങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകുന്നു എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. ഇത് കോഴിക്കോട്ടെ മാത്രം കാര്യമല്ല. സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള പല കേസുകളും പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ കമ്പോളങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ അവിടങ്ങളിൽ കൃത്യമായ പരിശോധന വേണം. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കരുത്. അവിടം വിശ്രമവേളകളായി ആളുകൾ തെരഞ്ഞെടുക്കുന്നതിനും നിയന്ത്രണം വേണം. അത്തരം കെട്ടിടങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആളുകൾ അവിടേക്ക് പോകുന്നത്. അറിയാതെയൊക്കെ പോയി ഇരിക്കുന്നവരാണ്. എന്തായാലും 3 ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഇതെങ്കിലും ഒരു പാഠമായി മാറണം. ഇനി ഇത്തരം അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി കൊടുക്കരുത്. അവ പൊളിച്ചു നീക്കാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്നതാണ്. ആ രീതിയിൽ വലിയ പ്രതിഷേധവും അവിടെ ഉയരുകയാണ്. ആശുപത്രികളിലെ ചികിത്സാ പിഴവ് വീണ്ടും ഉയരുകയാണ്. തിരുവനന്തപുരത്ത് 2.5 വയസ്സുകാരി ചികിത്സാ പിഴവ് മൂലം മരിച്ചതായി വലിയ പരാതി ഉയരുകയാണ്. ആ മകളുടെ മുഖം നമ്മൾക്ക് കാണാം. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. സർക്കാർ ആശുപത്രികളിലെ പിഴവ് വലിയ രീതിയിൽ ചർച്ചയാവുകയും രാഷ്ട്രീയ വിവാദമാവുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് സ്വകാര്യ ആശുപത്രിക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണം ഇപ്പോൾ ഉയരുന്നത്. കാട്ടാക്കടയിലെ മമൽ സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിട്ടുള്ളത്. അത് 2.5 വയസ്സായ ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വലിയ രീതിയിലുള്ള പരാതി ഉയരുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ, വെള്ളനാട് പുനലാൽ ചക്കിപ്പാറ ഷാനിമ മൻസിലിൽ സിദ്ദിഖ് ഫാസില ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. 18 കുട്ടിക്ക് ശ്വാസതടസ്സത്തിനും കൺപോളയിലെ തടുപ്പിനും
ആര്യനാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ആദ്യം ചികിത്സ തേടിയിരുന്നു. ശിശുരോഗ വിദഗ്ധനെ കാണിക്കാനായി 19-ന് കാട്ടാക്കടയിലെ മമൽ എന്ന സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. വസ്ത്രങ്ങളുടെ അലർജിയാണെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. കണ്ണാശുപത്രിയിൽ കാണിക്കാൻ നിർദ്ദേശിച്ചതനുസരിച്ച് 20-ന് സ്വകാര്യ കണ്ണാശുപത്രിയിലും പിന്നീട് ഇവർ ചികിത്സ തേടി. ഇന്നലെ ഉച്ചയ്ക്ക് 11-ന് വീട്ടിൽ വെച്ച് കുഞ്ഞിന് അസ്വസ്ഥതയുണ്ടായി. തളർച്ചയും ശ്വാസതടസ്സവും കൂടിയായതോടെ കാട്ടാക്കടയിലെ മമൽ സ്വകാര്യ ആശുപത്രിയിൽ കുട്ടിയെ എത്തിച്ചു. ശിശുരോഗ വിദഗ്ധൻ അവധിയിലായിരുന്നു അവിടെ. മറ്റൊരു ഡോക്ടറാണ് കുട്ടിയെ പരിശോധിച്ചത്. ഓക്സിജൻ നൽകിയ ശേഷം കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവയ്പ്പുകൾ നൽകി. ഇതോടെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് കൂടി എന്നതാണ് പറയുന്നത്. അങ്ങനെ കുട്ടിയുടെ ആരോഗ്യനില വഷളായി. ഈ ആശുപത്രിയിലെ 2 ഡോക്ടർമാരും സിദ്ദിഖിന്റെ മാതാവ് ജുനൈദ ബീവിയും ആംബുലൻസിൽ കുട്ടിയെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെല്ലുമ്പോഴേക്കും കുട്ടിയുടെ മരണം സംഭവിച്ചിരുന്നു എന്നതാണ് പറയുന്നത്. സിദ്ദിഖ് ഫാസില ദമ്പതികളുടെ ഇരട്ട കുട്ടികളിൽ ഒരാളാണ് ഈ ഐഷ എന്ന് പറയുന്ന 2.5 വയസ്സുള്ള കുഞ്ഞ്. ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് മരണകാരണം എന്നതാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്നത്. രക്ഷിതാക്കളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഡോക്ടർ പറഞ്ഞു മോൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ട്, ആവി എടുക്കണം, വേറെ മരുന്ന് വയ്ക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു മോളെ കൈ ഇങ്ങനെ നീട്ടിയിട്ട് ഈ കൈയിൻ്റെ ഈ 2 സൈഡിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ എൻ്റെ മോള് ചെറിയ ഇങ്ങനെ ഹോണിപ്പറ്റി ഇങ്ങനെ ശ്വാസം കിട്ടാതെ 3-4 പ്രാവശ്യം ഇങ്ങനെ ഇളുത്തിട്ട് അവളവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. അപ്പോഴെന്നെ അടുത്ത ഡോക്ടർമാർ ഓടി വന്നു. നെഞ്ചിൽ കുറേ പ്രാവശ്യം ഒരു 10-30 മിനിറ്റോളം CPR ECG ഒക്കെ വെച്ച് നോക്കി. രക്ഷപ്പെടാതെ നമ്മൾ പോലും പറയാതെ ഇവർ നേരെ ആംബുലൻസിൽ കയറ്റി. നമ്മളാരെയും കയറ്റിയില്ല. ഇവർ 2 ഡോക്ടർമാർ, ആര്യൻ ഭാര്യ ഡോക്ടറും ആ ഡോക്ടറിനെ അസിസ്റ്റ് ചെയ്ത ഡോക്ടറും ഒരു നേഴ്സും പിന്നെ ആംബുലൻസിലെ 2 സ്റ്റാഫുകളും കൂടി ചേർന്ന് നമ്മളെ കയറാൻ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ബഹളം വെച്ച് ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നെയ്യാർ മെഡിസിറ്റിയിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ പ്രാവശ്യം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ ഒരു 10 മിനിറ്റോളം ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക്കലി നിൽക്കുകയും ചെയ്തു. പിന്നെ ഒരു 8 പ്രാവശ്യം ഇവിടെ തുടരെ മരുന്ന് കൊടുത്തതിന് ശേഷം റിയാക്ട് ചെയ്യാത്തതുകൊണ്ട് അവർ മരണം സ്ഥിരീകരിച്ചു. ആശുപത്രി അധികൃതരുടെ പിഴവാണ് എന്നാണ് പറയുന്നത്. കുട്ടിക്കൊപ്പം കൊണ്ടുപോകാൻ പോലും ഈ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്ന് പറയുന്നു. എന്തായാലും അവർക്ക് അവരുടെ കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വലിയ വേദനയാണ്. ഇത് ചികിത്സാ പിഴവാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ രീതിയിൽ ആശുപത്രിക്കെതിരെ പരാതി നൽകുകയാണ്, പരാതി പറയുകയാണ് ഈ കുടുംബം. അതേസമയം കുട്ടിക്ക് ജീവൻ രക്ഷാ മരുന്നുകളാണ് നൽകിയതെന്നും ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചതെന്നുമാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഈ ആരോപണങ്ങളെല്ലാം അവർ നിഷേധിക്കുകയാണ്. ആശുപത്രി അധികൃതർ പറയുന്നത് കൂടി കേൾക്കാം. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് കുഞ്ഞ് കൊളാപ്സ് ആയതിനു ശേഷം ഇഞ്ചക്ഷൻ അഡ്രിനാലിൻ എന്നുള്ള ഇഞ്ചക്ഷൻ ലൈഫ് സേവിംഗ് ആയിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് എമർജൻസി ഫിസിഷ്യനും കാഷ്വാലിറ്റി എംഒയും ഞാനും കൂടെ കുഞ്ഞിനെ ഇൻക്യുബേറ്റ് ചെയ്ത് പൾസ് റോസ്ക് എന്ന് പറയും, റിവേഴ്സിബിൾ ഓഫ് സ്പോണ്ടേനിയസ് സർക്കുലേഷൻ, അത് വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ആംബുലൻസിൽ ഞാനും എമർജൻസി ഫിസിഷ്യനും അവരുടെ ഒരു ബൈസ്റ്റാൻഡറും കൂടെ ചേർന്ന് അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചത്. അവിടെ ചെന്നപ്പോഴും ഫീബിളായിട്ടുള്ള പൾസസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ സംഭവം. അവര് ഇതേപോലെ അഡ്രിനാലിനും മറ്റ് ഇതൊക്കെ കൊടുത്തായിരുന്നു. എക്സ്റേ എടുത്തായിരുന്നു. എക്സ്റേയിൽ ചെറുതല്ലാത്ത കഫക്കെട്ടുണ്ടായിരുന്നു നെഞ്ചില്. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ മറുപടി ഇത് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള സമയം കിട്ടിയില്ല. അവർ പറയുന്നത് പിന്നെ ഇത് ഒരു അലർജിക് റിയാക്ഷനാണ് അവ എന്നുള്ളതാണ് പറയുന്നത്. കുട്ടി 18-ാം തീയതി പിന്നെ കണ്ണിലെ തടുപ്പും മുഖത്തെ തടുപ്പും തളർച്ചയും പനിയായിട്ട് ആദ്യം ആര്യനാട് ഹോസ്പിറ്റലിലാണ് പോയത്. ആര്യനാട് ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം 19-ാം തീയതിയാണ് ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ടും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാതെ 21-ാം തീയതി വീണ്ടും കണ്ണാശുപത്രി പോകുന്നു. കണ്ണാശുപത്രി പോയിട്ട് പിന്നെ 22-ാം തീയതി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം വന്നപ്പോൾ വളരെ സിക്കായിരുന്നു. നെഞ്ചിൽ തെത്ത് വെച്ച് നോക്കുമ്പോൾ മുഴുവൻ കഫക്കെട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ തന്നെ റെഫർ ചെയ്യാൻ തീരുമാനിച്ചു. റെഫറൻസ് ലെറ്റർ പേഷ്യന്റിന് കൊടുക്കുകയും ചെയ്തു. ഇതാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ ആശുപത്രിയുടെ വീഴ്ചയാണ് കുട്ടിയുടെ ജീവൻ എടുത്തത് എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. കുടുംബത്തിന്റെ പരാതിയിൽ ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കാട്ടാക്കട മമ്മൽ ആശുപത്രിക്ക് മുന്നിൽ ഡിവൈഎഫ്ഐയുടെയും BJPയുടെയും വലിയ പ്രതിഷേധവും നടന്നു. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയ്ക്കിടെ വൈറ്റൽ ആർട്ടറി ഫോർസെപ്സ് മറന്നുവെച്ച സംഭവമാണ് വലിയ വിവാദങ്ങളിലേക്ക് ഈ
ചർച്ചയിലേക്ക് വീണ്ടും കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. 5 വർഷം വേദന കൊണ്ട് നരകയാതന അനുഭവിച്ച ഉഷ തോമസ്, അത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ ഈ പിഴവ് മൂലം അനുഭവിച്ചത് എന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയ വാർത്തയും വലിയ രാഷ്ട്രീയ വിവാദവുമൊക്കെ ആയിരുന്നു. സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ തകർക്കാൻ ഗൂഢാലോചന നടത്തുകയാണ് എന്നതാണ് ആ ആരോപണങ്ങളിൽ മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. സർക്കാർ ആശുപത്രികളാകെ മോശമെന്ന് പ്രചരിപ്പിച്ച് സ്വകാര്യ ചികിത്സാ മേഖലയിൽ പിടിമുറുക്കിയിട്ടുള്ള കുത്തക കമ്പനികളെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നത് വീണ ജോർജ് ചൂണ്ടിക്കാട്ടിയിരുന്നു. സ്വകാര്യ ആശുപത്രികളാണ് മികച്ചതെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരു സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ്. ആരോഗ്യമന്ത്രി അന്ന് സംസാരിക്കുമ്പോൾ ഹരിപ്പാട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉഷ ജോസഫിന് സംഭവിച്ചതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായതും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ കാട്ടാക്കടയിലുണ്ടായ ഈ സംഭവവും സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പക്ഷേ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സർക്കാർ ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയിലായാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ. നമ്മൾ ആശുപത്രിയിൽ എത്തുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും, നമ്മളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നത് ഒരു തരത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇവിടെ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ആ കുടുംബത്തിന് അവരുടെ 2.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ ലോകത്തേക്കെത്തി 2.5 വർഷമാകുമ്പോൾ തന്നെ ആ കുഞ്ഞിന് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല ആശുപത്രികളിലായി കൊണ്ടുപോയി. പക്ഷേ അവിടെ ഒന്നും എന്താണ് കുഞ്ഞിൻ്റെ യഥാർത്ഥ പ്രശ്നമെന്ന് കണ്ടെത്താനോ അതിന് ചികിത്സ കൊടുക്കാനോ കഴിഞ്ഞില്ല. മാത്രവുമല്ല, ഇഞ്ചക്ഷൻ വെച്ചതിന് പിന്നാലെയാണ് ആ കുഞ്ഞിന് അസുഖം വല്ലാത്ത രീതിയിലാകുന്നതും ശ്വാസം കിട്ടാതെയാകുന്നതും എന്ന് അച്ഛൻ പറയുന്നതും നമുക്ക് കേൾക്കാം. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം. എന്തായാലും വിശദമായ പരിശോധന ഇക്കാര്യത്തിൽ ഉണ്ടാകണം. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. ഏതാണ്ട് 12 കോടി ജനങ്ങളാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിച്ച് എത്തുന്നത് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വികസിത രാജ്യങ്ങളിൽ പോലും 10-ൽ ഒരാൾക്ക് വീതം ആശുപത്രി ചികിത്സയ്ക്കിടെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ പിഴവുകളോ ഒക്കെ സംഭവിക്കാറുണ്ട് എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ തന്നെ കണക്കുകളാണ് അത്. അപ്പോൾ അതിലും മെച്ചമാണ് നമ്മളുടെ സാഹചര്യം എന്നതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സുരക്ഷിതമല്ലാത്ത ചികിത്സാ രീതികൾ മൂലം ലോകമെമ്പാടും പ്രതിവർഷം 30 ലക്ഷത്തോളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നതൊക്കെയുള്ള കണക്കുകൾ ഉണ്ട് എങ്കിൽ പോലും നമ്മളുടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടതാണ് എന്നതാണ് വസ്തുത. പക്ഷേ അതൊന്നും ഇത്തരം ചികിത്സാ പിഴവുകളിൽ ഒരു ന്യായീകരണമല്ല. 50% കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ ഒഴിവാക്കാവുന്നവയാണ് ഈ സംഭവിക്കുന്ന വീഴ്ചകളും അനാസ്ഥകളും എന്നതാണ് യാഥാർത്ഥ്യം. പിഴവുകൾ ഒഴിവാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ജീവനക്കാരെ ഉറപ്പുവരുത്തുകയും കൃത്യമായ മോണിറ്ററിംഗ് ഉറപ്പാക്കുകയും ഒക്കെയാണ് ഇക്കാര്യങ്ങളിൽ ചെയ്യേണ്ടത്. അത് സ്വകാര്യ മേഖലയിലാണോ സർക്കാർ മേഖലയിലാണോ എന്ന് വീതിച്ച് കാണിക്കുകയല്ല. എവിടെ വെച്ചായാലും നഷ്ടമുണ്ടാകുന്നത് മനുഷ്യർക്കാണ്. അത് ഓരോ കുടുംബത്തെയും തളർത്തിക്കളയുന്നതാണ്. അപ്പോൾ വീഴ്ച പരമാവധി കുറയ്ക്കുക എന്നത് തന്നെയായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അത് ചൂണ്ടിക്കാട്ടുന്നതും ആ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. വീഴ്ചകളിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം. ആവർത്തിക്കാതിരിക്കാനുള്ള കൃത്യമായ മുന്നറിയിപ്പായി അത് മാറണം. ഇവിടെ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ നഷ്ടം ആ കുടുംബത്തെ സംബന്ധിച്ച് നികത്താനാകാത്തതാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ഇപ്പോൾ ജാമ്യത്തിലിറങ്ങിയിരിക്കുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ ചൊല്ലി വലിയ വാക്പോര് നടക്കുകയാണ്. രാഷ്ട്രീയമായി വലിയ വാക്പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അതിന്റെ ഒരു തുടർച്ചയായിരുന്നു ഇന്ന് നിയമസഭയിലും ഉണ്ടായത്. തന്ത്രി പെരുങ്കള്ളന്മാരുടെ ലിസ്റ്റിലെന്ന് CPM പറയുന്നു. ജാമ്യ ഉത്തരവിൽ അസ്വാഭാവികതയുണ്ട് എന്നതായിരുന്നു നിയമമന്ത്രിയുടെ ഇതിനോടുള്ള പ്രതികരണം. ആ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് LDF തന്ത്രിക്കെതിരെ നിലപാട് കടുപ്പിക്കുമ്പോൾ സംരക്ഷണ കവചം ഒരുക്കുകയാണ് കോൺഗ്രസും BJPയും എന്നതുകൂടി നമുക്ക് കാണാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി തന്നെ ശബരിമല മാറുമെന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ഇന്ന് സഭയിലുണ്ടായിട്ടുള്ള ഈ ഭരണ പ്രതിപക്ഷ പോര്. അപ്പോൾ എന്താണ് ഇന്ന് സഭയിൽ തന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നതെന്നതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് വിവാദം നിയമസഭയിൽ ഉന്നയിച്ചത് പ്രതിപക്ഷമാണ്. ശബരിമല തന്ത്രിയെ അനാവശ്യമായി 41 ദിവസം ജയിലിലടച്ചപ്പോൾ കട്ടിളപ്പാളിയും ശില്പവും വിറ്റവർ സ്വൈര്യവിഹാരം നടത്തുകയായിരുന്നു എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സ്ത്രീ പ്രവേശനത്തിനും വിശ്വാസികളെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേത് എന്ന്
പ്രതിപക്ഷം ആരോപിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നറിയിച്ച് പ്രതിപക്ഷാംഗങ്ങൾ നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞ ഈ ഒരു ഇടവേളയ്ക്ക് മുൻപ് സഭ ചേർന്നപ്പോൾ തന്നെയും ശബരിമല വിഷയമാണ് സഭയെ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഇന്നും ഉണ്ടാകുന്നു. ഇന്ന് പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ തന്ത്രിയുടെ ജാമ്യം, തന്ത്രി ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ഒപ്പം തന്ത്രിക്ക് ജാമ്യം നൽകിക്കൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, ഇതെല്ലാം പ്രതിപക്ഷത്തിനെ സംബന്ധിച്ച് ആയുധങ്ങളായിരുന്നു. അതെല്ലാം പ്രയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ വലിയ ശക്തമായ പ്രതിഷേധം തുടങ്ങിയത്. നടുത്തളത്തിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ അപകടം മതനിരപേക്ഷ കേരളത്തിന് അങ്ങേയറ്റം അപകടകരമാണ് എന്ന് തിരിച്ചറിയാൻ തയ്യാറാകണം. അതുകൊണ്ട് അദ്ദേഹം എടുത്ത പരാമർശങ്ങൾ ഹൈക്കോടതിക്കെതിരാണ്. ഒരു ലജ്ജയുമില്ലാതെ BJPക്ക് നാരങ്ങ വെള്ളം കലക്കി കൊടുത്തവരാണ് സർ ലീഗുകാർ. 2022 എന്നീ വർഷങ്ങളിൽ കേരള ദേശീയ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ലാസ്റ്റ് സെഷന്റെ ലാസ്റ്റ് ഫേസ് ആണ്. പ്ലീസ് ലാസ്റ്റ് സെഷന്റെ ലാസ്റ്റ് ഫേസ് ആണ്. പ്ലീസ് നമുക്കൊരു ജെന്റിലായി പോവാം. നിങ്ങൾ പുറത്ത് സമരം നടത്തിക്കോ, പുറത്തെന്ത് സമരം നടത്തിക്കോ. ഏതായാലും ലാസ്റ്റ് സെഷനിൽ സഹകരിക്കണം. പ്ലീസ് ഓർഡർ സബ്മിഷൻസ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്റ്റേബിൾ ചെയ്താൽ മതി. സബ്മിഷൻസിന്റെ മുഴുവൻ ഉത്തരം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സ്റ്റേബിൾ ചെയ്താൽ മതി. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ഇനി സബ്ജക്ട് കമ്മിറ്റി 1 ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി സർ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പോറ്റി അടക്കമുള്ള പ്രധാന പ്രതികളെല്ലാം ഇന്ന് ജയിലിന് പുറത്ത് ആണ്. ഗവൺമെന്റ് വീഴ്ച കൊണ്ട് അവർക്കെല്ലാം 90 ദിവസം കഴിഞ്ഞപ്പോൾ കോടതി ജാമ്യം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. ആചാര ലംഘനത്തിൽ ഗവൺമെന്റ് നിലപാടിനെ അനുകൂലിച്ചില്ല എന്നുള്ളതിന്റെ പേരിൽ ശബരിമല തന്ത്രിയെ അനാവശ്യമായി 40 ദിവസം ജയിലിൽ അടക്കുകയുണ്ടായി. സാർ, അദ്ദേഹത്തെ കോടതി പറഞ്ഞിട്ടുള്ളത് തെളിവിന്റെ ഒരു കണിക പോലും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായ ആക്ഷേപങ്ങൾ ഇല്ല എന്നുള്ളതാണ്. സാർ, അതുപോലെ തന്നെ അയ്യപ്പ സംഗമം നടത്തിയതിലൂടെ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലൂടെ തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. സാർ, ഏറ്റവും ഒടുവിൽ ആണ് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി വന്ന് ആ കാര്യത്തിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര ലംഘനത്തിനോടും ആചാര ലംഘനത്തെ അനുകൂലിക്കുന്ന വിധത്തിലുള്ള സംശയാസ്പദമായ അങ്ങേയറ്റം വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. സാർ, അതുകൊണ്ട് ഗവൺമെന്റിന്റെ ഈ നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഞങ്ങൾ സഭാ നടപടികളിൽ നിസ്സഹകരിച്ചു വരികയാണ്. ഇന്നും ഞങ്ങൾ സഭാ നടപടികൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് എടുത്ത് പ്രയോഗിക്കാൻ നിരവധി ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അയ്യപ്പ സംഗമം ഉണ്ടായിരുന്നു, ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയത്തിലെ നിലപാടെന്തെന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ പറഞ്ഞ പോലെ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറഞ്ഞ ആരോപണങ്ങൾ, ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം കടുപ്പിച്ചത്. അപ്പോൾ ആ വിഷയത്തിൽ കെ ബാബു ആണ് സംസാരിച്ചത്. സഭയിൽ ആദ്യം വലിയ രീതിയിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന്റെ മുന്നിലില്ല എന്നതായിരുന്നു ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തു നിന്നുള്ള മന്ത്രിമാരുടെ ഉൾപ്പെടെ മറുപടി. പ്രതിപക്ഷ സമീപനം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് നിയമമന്ത്രി പി രാജീവ് മറുപടി നൽകി. അതേസമയം സുവർണാവസരം കിട്ടുമോ എന്നാണ് പ്രതിപക്ഷം ഇപ്പോഴും നോക്കുന്നതെന്ന് മന്ത്രി MP രാജേഷും കുറ്റപ്പെടുത്തി. അപ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുക എന്നതായിരുന്നു ഭരണപക്ഷം ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്. ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ മുൻപിലേക്കാണ് അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഈ മുൻപിൽ ഓരോ അറസ്റ്റ് നടക്കുമ്പോഴും അത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപിൽ വരുന്നുണ്ട്. ഏതെങ്കിലും അറസ്റ്റ് ശരിയല്ല എന്ന് തോന്നിയാൽ സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആകുമ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരണം. ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രി മാത്രമല്ല, ഈ കേസിലെ പ്രതികളായിട്ടുള്ള ആരെങ്കിലും കുറ്റവാളിയാണെന്നോ ആരെങ്കിലും കുറ്റവാളി അല്ലെന്നോ ഇതിന് പുറത്ത് ആരെങ്കിലുമൊക്കെ കുറ്റവാളികളാണെന്നോ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായമില്ല.
ഇത് നിഷ്പക്ഷമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതിൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നു. ആ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇനി ഈ SIT അവരുടെ അന്വേഷണം ശരിയായ ദിശയിലല്ല, അല്ല ഇന്ന ആളുകൾ മാറണം, അതെല്ലാം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് തീരുമാനിക്കാം. അവരാണ് ഓരോരുത്തരുടെ നിയമനങ്ങൾ അംഗീകരിച്ചിട്ടുള്ളത്, അവരുടെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നയാൾ കുറ്റക്കാരനാണെന്നോ ഇന്നയാൾ കുറ്റക്കാരനല്ലെന്നോ അത് സംബന്ധിച്ച് ഗവൺമെന്റ് ഒരു അഭിപ്രായവും പറയേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ശബരിമലയിലെ സ്വർണ്ണക്കേസ് കൊള്ളക്കേസിലെ പ്രതികളിൽ ഒരാളായ തന്ത്രിക്ക് എന്ത് വിശേഷമാണുള്ളത് സർ? പ്രതിയാണ് എന്ന് മറ്റെല്ലാ പ്രതിയെയും പോലുള്ള അവകാശമേ തന്ത്രിക്കുള്ളൂ. തന്ത്രിക്ക് എന്ത് പ്രത്യേക അവകാശമാണുള്ളത്? സഭയ്ക്ക് പുറത്ത് 2 വക്കീലന്മാരുണ്ട്, BJPയും ഉണ്ട്, UDFും ഉണ്ട്. വീണ്ടും തന്ത്രിയെ മുൻനിർത്തി തെരുവിലിറങ്ങാൻ ഉള്ള ഒരു സുവർണാവസരമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു സുവർണാവസരം തേടുന്നവരാണ് ഈ രീതിയിൽ പറയുന്നത് എന്നതാണ് മന്ത്രി MP രാജേഷ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ കാര്യം ആവർത്തിക്കുകയും ചെയ്തു സഭയിൽ നിന്ന്. എന്താണ് തന്ത്രിക്കുള്ള പ്രത്യേകത എന്നതാണ് MP രാജേഷ് ചോദിക്കുന്നത്. അതേസമയം ഈ സീറ്റിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നവരെ സഭയിൽ നിന്ന് ജനങ്ങൾ പുറത്താക്കുമെന്ന കാര്യമാണ് ധനമന്ത്രി ഇന്ന് ചൂണ്ടിക്കാട്ടിയത്. എത്ര പേർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല എന്ന കാര്യം കൂടി ധനമന്ത്രി KN ബാലഗോപാൽ ഇന്ന് വിമർശിച്ചു. എന്തായാലും അത് പ്രതിപക്ഷത്തിനുള്ള ഒരു കൊട്ടുകൂടിയായിരുന്നു ഇന്ന് ധനമന്ത്രി നൽകിയത്. ഇന്നത്തെ ചോദ്യത്തിനും അവിടുന്ന് താഴോട്ടിറങ്ങിയിരിക്കുന്ന എന്താണെന്ന് മനസ്സിലായില്ല സാർ. ജനങ്ങൾ ഇവരെ ആ സീറ്റിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുന്ന ആളുകളെ ഈ സഭയിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കാണാം സാർ. ഇതിനകത്ത് ഇരിക്കാൻ അവർ യോഗ്യരല്ല സാർ. കാരണം ബഡ്ജറ്റ് പോലൊരു സമയത്ത് ഏറ്റവും സീരിയസ് ആയ ബഡ്ജറ്റിന്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ അവർ തയ്യാറായില്ല. പുറത്തിറങ്ങിയിട്ടാണ് സാർ ഈ കാര്യങ്ങൾ പറയുന്നത്. സഭയ്ക്കകത്ത് എല്ലാ രേഖകളും വെച്ച് ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പറയുന്നതിന് ഒരു ന്യായീകരണമില്ല എന്നുള്ള മറുപടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് സാർ അവര് പുറത്തിറങ്ങി പറയുന്നത്. കാരണം ഒരു കാര്യവും കൃത്യമായി ഡാറ്റ സഹിതം പറയുവാൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഈ പ്രതിപക്ഷത്തെ ഒരു അംഗവും തയ്യാറല്ല. അതുകൊണ്ട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കുകയാണ് സാർ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളിൽ സാർ എന്തുകൊണ്ടാണ് സാർ ഇപ്പോ ഈ കോടതി കേസിനകത്ത് ഇങ്ങനെ ഇടപെടുന്നത്? കോടതി പറഞ്ഞ SIT എന്ന് പറഞ്ഞാൽ എന്തായാലും സഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചവരെ ജനം പുറത്താക്കും എന്നതാണ് ധനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ സഭയിൽ ഉണ്ടാകേണ്ടുന്ന വീറും വാശിയും ഒക്കെ ഇന്ന് സഭയിൽ പ്രകടമായിരുന്നു. എന്തായാലും ശബരിമല വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി മാറുന്നത് എന്നതും ഉറപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ സഭാ നടപടികൾ. ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ MLA മാർ സഭയിലെത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ശബരിമല വിഷയം സഭയിൽ ഉന്നയിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ ചേർന്നപ്പോഴും ഇതുതന്നെയായിരുന്നു അവസ്ഥ. പക്ഷേ അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന ഭരണപക്ഷത്തെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. എന്തായാലും തുടർച്ചയായ പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ വെട്ടിച്ചുരുക്കി നിയമസഭ നാളെ പിരിയാനും തീരുമാനിച്ചിട്ടുണ്ട്. ധനവിനിയോഗ ബില്ലടക്കം 9 ബില്ലുകൾ നാളെ പാസാക്കും. 2 ഫിനാൻസ് ബില്ലുകൾക്ക് പുറമെ നേറ്റിവിറ്റി കാർഡ് ബില്ലും സഭ നാളെ പാസാക്കും എന്നതാണ് അറിയുന്നത്. അപ്പോൾ നേറ്റിവിറ്റി കാർഡ് നാളെ പാസാക്കുകയാണെങ്കിൽ അതും വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. യുവതീ പ്രവേശന സമയത്ത് ശബരിമല നടയടച്ചിടാൻ നിയമോപദേശം നൽകിയത് താനാണ് എന്ന തരത്തിൽ PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ശബരിമല വിഷയം ചർച്ചയാവുകയാണെങ്കിൽ അത് BJPക്കും ടേക്കുള്ള ഒരു വിഷയമാണ്. BJP അത് അവരുടെ സുവർണാവസരമായി യഥാർത്ഥത്തിൽ കണ്ടത് BJP ആണ്. പക്ഷേ UDFന് അനുകൂലമായാണ് ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുങ്ങിയതെങ്കിൽ പോലും. അപ്പോൾ അതിൽ PS ശ്രീധരൻപിള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടായിരുന്നു, വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തത നൽകുകയാണ് PS ശ്രീധരൻപിള്ള. അഭിഭാഷകൻ എന്ന നിലയിലാണ് താൻ ഉപദേശം നൽകിയത് എന്നതാണ് PS ശ്രീധരൻപിള്ള ഇപ്പോൾ വിശദീകരിക്കുന്നത്. സുവർണാവസരം എന്ന പ്രയോഗം താൻ നടത്തിയത് തന്നെയാണ്. ആ പ്രയോഗത്തിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നുകൂടി PS ശ്രീധരൻപിള്ള പറയുന്നുണ്ട്. നടയടച്ചിടാൻ നിർദ്ദേശം നൽകിയതിൽ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടവരാണ് കോൺഗ്രസുകാർ എന്ന് PS ശ്രീധരൻപിള്ള പറയുന്നു. CPMന് ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥതയില്ല, ഉണ്ടെങ്കിൽ തന്ത്രിയെ പെരുങ്കള്ളൻ എന്ന് വിളിക്കില്ലായിരുന്നു എന്നുമാണ് ശ്രീധരൻപിള്ള പറയുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചും ഈ വിഷയം ചർച്ചയാകുന്നത് അവർക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് PS ശ്രീധരൻപിള്ള ന്യൂസ് 18നോട് സംസാരിച്ചത് കൂടി കേൾക്കാം. ശബരിമല ഇതെല്ലാം കൺവെൻഷനും സമ്മേളനവും ഒക്കെ നടത്തി. അവർക്ക് ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയോ പെരുങ്കള്ളൻ? അതായത് ഒരു കോമ്പിറ്റന്റ് കോടതി നോട്ട് ഈവൻ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ അതല്ലേ ഇപ്പം നിലവിലുള്ളത്. അതുമേൽ പിന്നെ എന്താ അപാകത പറ്റുന്ന പരിശോധിക്കല്ലേ വേണ്ടത്?
പെരുങ്കള്ളെന്ന് തന്ത്രി, ശബരിമലയാണല്ലോ ഏറ്റവും വലിയ ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതീകം അതാണ്. അതുകൊണ്ടാണ് ഇത്ര ആൾ വരുന്നത്. അതിൻ്റെ ഒരു ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ആളിനെ നിങ്ങൾക്ക് നാളെ ഒരു ഉന്നതനായ ബിഷപ്പിനെയോ ഉന്നതനായ ഒരു മുസ്ലിം മത നേതാവിനെ അങ്ങനെ വിളിക്കാൻ ധൈര്യം ഉണ്ടാവും? പെരുങ്കള്ളെന്ന് വിളിക്കൂ. എന്തായാലും ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും എന്നത് വ്യക്തമായിരിക്കുകയാണ്. യുവതീ പ്രവേശന വിഷയത്തിൽ എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിനെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടി വരുന്ന, നിലപാട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പോൾ ഈ ചർച്ചകൾ ഒന്നുകൂടി ചൂട് പിടിക്കാനുള്ള സാധ്യതകൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. എന്തായാലും ശബരിമല വിഷയം ചർച്ചയാകുമ്പോൾ CPM വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരുന്നു. അവരെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു വിഷയമാണ് തന്ത്രിയുടെ അറസ്റ്റ്. അതുകൊണ്ട് തന്നെ അവർ അതിൽ ഊന്നി നിൽക്കുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ CPM സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും അതിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ എന്നത് നമുക്ക് കാണാം. മാത്രവുമല്ല, ഇന്ന് വാജിവാഹന കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ട് UDF കാലത്തെ ഭരണസമിതിയെ കൂടി ആരോപണ മുനയിൽ നിർത്തുക എന്ന ഒരു തന്ത്രം കൂടി CPM പയറ്റുന്നുണ്ട് എന്ന് നമുക്ക് കാണാം. എന്തായാലും ശബരിമല സ്ത്രീ പ്രവേശനം സുവർണാവസരം ആക്കാൻ നോക്കുകയാണ് കോൺഗ്രസും BJPയും. അവർ അതിനുള്ള തന്ത്രങ്ങൾ പരമാവധി പ്രയോഗിക്കുന്നുണ്ട്. അവിടെ പ്രതിരോധത്തിലാകാതെ നോക്കുക എന്നതാണ് സർക്കാരും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ തന്ത്രിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ നിലപാട് കടുപ്പിക്കുകയാണ് സർക്കാർ, LDF എന്നതാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ശബരിമല വിഷയം കത്തുന്ന ചർച്ച തന്നെയാകും ഈ തെരഞ്ഞെടുപ്പിലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ചെറിയൊരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ നിഴലിലായിരുന്നപ്പോഴും ആഗോള രാഷ്ട്രീയ അസ്ഥിരതകൾ വിപണികളെ ഉലച്ചപ്പോഴും കഴിഞ്ഞ 4 വർഷമായി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന പദവി ഇന്ത്യ കാത്തുസൂക്ഷിക്കുകയാണ്. ലോകത്തിന്റെ സാമ്പത്തിക എഞ്ചിനായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് 2005-ലും നാം കണ്ടത്. ആഗോളതലത്തിൽ പല വികസിത രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തെയും ഭൗമ രാഷ്ട്രീയ തർക്കങ്ങളെയും ഭയപ്പെടുമ്പോൾ ഇന്ത്യ തുടർച്ചയായ 4ാം വർഷവും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്ന പദവി നിലനിർത്തുകയാണ്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ യഥാർത്ഥ GDP വളർച്ച 7.4% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്താരാഷ്ട്ര നാണയനിധി പോലും ഇന്ത്യയുടെ വളർച്ചാ സാധ്യതകളെ മുൻനിർത്തി തങ്ങളുടെ പ്രവചനങ്ങൾ തിരുത്തി കഴിഞ്ഞു. 2026ഓടെ ജപ്പാനെ മറികടന്ന് ലോകത്തിലെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമെന്നത് കേവലം ഒരു സ്വപ്നമല്ല, മറിച്ച് അടുത്തു തന്നെ മഹാപ്രയാണത്തിന് പിന്നിൽ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഓരോ സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക ശേഷിയും സംഭാവനയും വ്യത്യസ്തമാണ് എന്നതുകൊണ്ട് തന്നെ ഭാരതത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കം തകൃതിയാണ്. മുന്നണികളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട്. ഇടതുമുന്നണി യോഗം ചേർന്നു, കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് UDF വേഗം കൂട്ടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ സജീവമാണ് NDA ക്യാമ്പും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് BJP. സഭാ നേതൃത്വവുമായി കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജു കേരളത്തിലെത്തി ചർച്ച നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അരയും തലയും മുറുക്കി മുന്നണികൾ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. 35 സീറ്റ് കിട്ടിയാൽ കേരളം BJP ഭരിക്കും എന്ന് പറഞ്ഞത് K. സുരേന്ദ്രനാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയായ K. സുരേന്ദ്രന്റെ പ്രസ്താവനയാണ് ഇത്. വലിയ വിവാദവും ചർച്ചയുമായ പ്രസ്താവനയിൽ ഉറച്ചു നിന്ന് പിന്നീട് സുരേന്ദ്രൻ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. 25,000-നും 72,000-നും ഇടയിൽ വോട്ടുകളുള്ള 35 മണ്ഡലങ്ങളെക്കുറിച്ചാണ് താൻ പറഞ്ഞതെന്നും ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമായിരുന്നു സുരേന്ദ്രൻ പിന്നീട് വിശദീകരിച്ചത്. 35 സീറ്റ് കിട്ടിയാൽ LDF UDF പാർട്ടികളിൽ നിന്ന് NDAയിലേക്ക് ഒഴുക്കുണ്ടാകും. അപ്പോൾ സർക്കാർ രൂപീകരണം അത് നിസ്സാരമായി നടന്നു പോകും എന്നതാണ് K. സുരേന്ദ്രൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയുമായിരുന്നു. ഇത്തവണ ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാനാണ് BJP മത്സരിക്കുന്നതെന്ന് പറയുകയാണ് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. മോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. BJPയാണ് കേരളത്തിൽ യഥാർത്ഥ ബദൽ എന്ന് കിരൺ റിജിജു പറയുന്നു. കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാനാണ് BJP മത്സരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനാണ് മത്സരിച്ചത്. ഇത്തവണ BJP ഭരണം പിടിക്കും എന്ന ആത്മവിശ്വാസമാണ് കേന്ദ്രമന്ത്രി പ്രകടിപ്പിച്ചത്. BJP മധ്യമേഖലാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കൊച്ചി തൃക്കാക്കരയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ചത്. അത് BJP മത്സരിക്കുന്നത്
ജയിക്കാനാണ്, ഭരണം പിടിക്കാനാണ് എന്നതാണ് കിരൺ റിജിജു പറഞ്ഞത്. Phenomenon which we are seeing in the center through the initiatives taken by the Prime Minister Narendra Modi, the benefits which have reached Kerala is bare minimum because we don't have a very conducive government here in Kerala. And people of Kerala have enough seen the alternative change between two groups, the LDF and UDF, for such a long time. So it is not only me, it is an exciting time for the people of Kerala that we are truly getting the right alternative, the NDA, to take forward the visions of the Prime Minister of Modi and to fulfill the dreams and aspirations of the people of Kerala. അപ്പോൾ യഥാർത്ഥത്തിൽ ഉള്ള ഒരു ചോയ്സ് കേരളത്തിലുള്ളത് BJP ആണ് എന്നതാണ് കിരൺ റിജിജു പറയുന്നത്. കിരൺ റിജിജു ഇവിടെ എത്തുന്നത് തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമല്ല, ഒരുപാട് ദൗത്യങ്ങളുമായാണ് കിരൺ റിജിജു എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം സഭാ നേതാക്കളുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി. ഇതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് തന്നെ നമുക്ക് കാണണം. കാരണം ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് BJP കഴിഞ്ഞ കുറേ കാലമായി ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് അത് അല്പം മങ്ങലേറ്റ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് കിരൺ റിജിജുവിന്റെ ദൗത്യം. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തിയിരിക്കുന്നത്, നിർണായക കൂടിക്കാഴ്ചകൾ നടത്തിയിരിക്കുന്നത്. കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു ക്രൈസ്തവ സഭാ ആസ്ഥാനമായ സെന്റ് തോമസ് മൗണ്ടിലാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ സന്ദർശിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും 2020 സംസ്ഥാന ചെയർമാൻ സാബു ജേക്കബും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജും അദ്ദേഹത്തിനൊപ്പം ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇനിയും പുറത്തു വരാനുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് നടന്ന കൂടിക്കാഴ്ചയാണ്, അതിന് അത്ര തന്നെ പ്രാധാന്യം ഉണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ സംസാരിച്ചിരുന്നു. പിന്നീട് അവിടെ നിന്ന് മുനമ്പത്തെ സമരത്തിൽ അണിനിരന്നവരെ കാണാനും കിരൺ റിജിജു എത്തി. മുനമ്പത്തെ സമരം കിരൺ റിജിജുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന കാര്യം സൂചിപ്പിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. മുനമ്പത്ത് രാഷ്ട്രീയം കാരണം സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അവരോട് സമാധാനമായിരിക്കാൻ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അവർക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുന്നു. സുപ്രീം കോടതിയിൽ കേസ് അനുകൂലമായാണ് വരുന്നതെന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും സിറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിലിനെ കണ്ടു, സംസാരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ കൂടി രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. ക്രിസ്ത്യൻ സമുദായത്തിന് മൈക്രോ മൈനോറിറ്റി സ്റ്റാറ്റസ് വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി രാജീവ് ചന്ദ്രശേഖർ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ മറുപടിയായി പറഞ്ഞു. ക്രിസ്ത്യൻ സമുദായത്തിന് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നത് പരിശോധിക്കും എന്ന ഒരു ഉറപ്പാണ് ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത്. മൈനോറിറ്റി അവകാശങ്ങൾ ഒരു സമുദായം മാത്രം കൈവശം വെക്കുന്ന അവസ്ഥയാണ് ഉള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ സഭാ നേതൃത്വവുമായി സംസാരിച്ചു എന്ന കാര്യം BJP സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നു എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാർച്ച് 6-ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി എത്തും. തെരഞ്ഞെടുപ്പിന് മുൻപായാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ്. കേരളത്തിൽ ചില പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി നടത്തിയേക്കും എന്ന സൂചനകൾ കൂടിയുണ്ട്. കേരളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി പ്രകടന പത്രിക പുറത്തിറക്കുമെന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ BJP വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. ക്രിസ്ത്യൻ സഭാ നേതൃത്വങ്ങളെ ഒപ്പം നിർത്താനുള്ള, ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്താനുള്ള വലിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ്. മാത്രവുമല്ല, പ്രധാനമന്ത്രിയുടെ ഒരു വരവുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ BJP നടത്തുമെന്ന് കരുതിയിരുന്നു. അതുണ്ടായിട്ടില്ല. ബജറ്റിൽ കേരളത്തിന് വേണ്ടി പ്രത്യേക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി, അതും ഉണ്ടായിട്ടില്ല. ഒരു പക്ഷേ ആ പ്രഖ്യാപനങ്ങൾ ഇനി പ്രധാനമന്ത്രി മാർച്ച് 6-ന് നടത്താനിരിക്കുന്ന വരവിലേക്ക് മാറ്റിവെച്ചതാണോ എന്നൊരു പ്രതീക്ഷ ഇപ്പോഴുണ്ട്. നമ്മൾ 2 തവണ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചതാണ്. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും അത്തരം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. എയിംസ് ഉൾപ്പെടെ BJP നേതാക്കൾ പോലും നൽകിയ വാഗ്ദാനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ
പ്രധാനമന്ത്രി പ്രകടന പത്രിക പുറത്തിറക്കാൻ വരുമ്പോൾ എന്തെങ്കിലും പറയും, എന്തെങ്കിലുമൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ വീണ്ടും ഉണ്ടാവുകയാണ്. BJP നേതൃത്വത്തെ സംബന്ധിച്ചും അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ വലിയ ആവശ്യമാണ്. കാരണം ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ഒരു ചോദ്യം അവരോടുണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടത് BJPയുടെ കൂടെ ഒരു ആവശ്യമാണ് എന്നതുണ്ട്. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് BJP സർവ്വസന്നാഹങ്ങളും ഒരുക്കുന്ന കാര്യം പറയുമ്പോൾ അതിൽ സംഘടനാപരമായി തന്നെയും വലിയ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. 160 മുതിർന്ന നേതാക്കൾ കേരളത്തിലേക്ക് അയക്കുന്നുണ്ട്. അവർക്കുള്ള ചുമതലകളും വിഭജിച്ച് നൽകിയിട്ടുണ്ട്. 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ കേന്ദ്ര നേതാവിന് വീതം ഏകോപന ചുമതല നൽകും. ഇതിനു പുറമെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 20 പേർക്ക് പ്രത്യേക ചുമതല നൽകുന്നത് ഉൾപ്പെടെയുള്ള അറേഞ്ച്മെന്റ്സ് ആണ് പാർട്ടിയിൽ നടക്കുന്നത്. അപ്പോൾ ആകെ 160 നേതാക്കളാണ് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. മിഷൻ 2026 എന്ന പേരിൽ കേരളത്തിൽ NDA സർക്കാർ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് താഴെത്തട്ടിലൊക്കെ പ്രവർത്തനം ശക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ്, അതിന് മേൽനോട്ടം വഹിക്കാനായിട്ടാണ് ഈ 160 നേതാക്കൾ എത്തുന്നത്. അപ്പോൾ വലിയ ചിട്ടയായ പ്രവർത്തനമാണ് എന്തായാലും BJPയുടെ ഭാഗത്തുണ്ടാകുന്നത്, NDAയുടെ ക്യാമ്പിൽ ഉണ്ടാകുന്നത്. കിരൺ റിജിജുവിന്റെ സന്ദർശനവും അതിന്റെ ഭാഗമാണ്. അപ്പോൾ അതിൽ പ്രധാനം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തുക എന്നത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ കൂടി നൽകുന്നു. ഒപ്പം ക്രൈസ്തവ സമൂഹത്തിന് ചില ഉറപ്പുകൾ കൂടി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് BJPയുടെ ഒരുക്കം. അപ്പോൾ ഇടതുമുന്നണി ഇന്ന് യോഗം ചേർന്നിരുന്നു. മേഖലാ ജാഥകളുടെ വിലയിരുത്തലായിരുന്നു പ്രധാന അജണ്ട. സീറ്റ് വിഭജനത്തിനായി ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കുന്നത് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ചില സീറ്റുകൾ വെച്ചുമാറുന്നതിനെ കുറിച്ചുള്ള ആലോചനകളും സജീവമാണ്. അപ്പോൾ അതൊക്കെയായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നു. ഇന്നത്തെ LDF യോഗം മേഖലാ ജാഥകൾ ജനങ്ങളിൽ ശക്തമായ അനുകൂല വികാരം ഉണ്ടാക്കി എന്നതാണ്. മൂന്നാം ഭരണത്തിലേക്ക് മുന്നണി എത്തുമെന്ന സൂചനയാണ് ഇത് എന്നും ആ സൂചനയായി യാത്ര മാറിയെന്നുമാണ് TP രാമകൃഷ്ണൻ ഈ LDF യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. മേഖലാ ജാഥ പാളിയെന്ന് CPI വിലയിരുത്തിയിട്ടില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ അറിയിച്ചതായി വാർത്തയുണ്ടായിരുന്നു. ജനതാ പാർട്ടികൾ ഉൾപ്പെടെ ഒന്നിക്കണം എന്നത് തന്നെയാണ് അഭിപ്രായം. അത് പക്ഷേ തീരുമാനിക്കേണ്ടത് ആ പാർട്ടികളാണ് എന്നത് കൂടി TP രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. വീടുകൾ സന്ദർശിക്കുന്ന പരിപാടികൾ തുടരുകയാണ്, പൂർണ്ണമായിട്ടില്ല. ഗൃഹസന്ദർശന പരിപാടി പൂർണ്ണമാകുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കുറിച്ചുള്ള ചിലരുടെ ഇടയിലുള്ള തെറ്റായ ധാരണകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുകയും കൂടുതൽ കരുത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് വേഗം കൂട്ടാൻ UDFും തീരുമാനിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തും. കോൺഗ്രസ് നിർമ്മിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങിനാണ് രാഹുൽ എത്തുന്നത്. ചടങ്ങിൽ UDF നേതാക്കളും പങ്കെടുക്കും. മുസ്ലിം ലീഗ് നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുമെന്നാണ് അറിയുന്നത്. സീറ്റ് വെച്ചുമാറൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുമെന്ന് അറിയുന്നു. എന്തായാലും നമ്മൾ ബൈപോളാർ സിസ്റ്റമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ ശക്തമായ മത്സരത്തിനാണ് BJP തയ്യാറെടുക്കുന്നത്. മുൻ വർഷങ്ങളേക്കാൾ മികച്ച പോരാട്ടം BJP മുന്നോട്ടെടുത്ത് വെച്ചാൽ അത് പലയിടങ്ങളിലും ത്രികോണ മത്സരങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. വളരെ വീറും വാശിയുമേറിയ മത്സരത്തിനായിരിക്കും ഇത് വഴിവെക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും ആരാധകരും മറക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് കടന്നുപോയത്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ നേരിട്ടത് റൺസ് അടിസ്ഥാനത്തിലുള്ള 2020 ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ്. 76 റൺസിനായിരുന്നു ഇന്ത്യയുടെ തോൽവി. ലോകകപ്പിൽ ഇനി ഇന്ത്യയുടെ ഭാവി എന്ത് എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. സെമി ഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്കും വലിയ തിരിച്ചടിയായി ഇന്നലത്തെ മത്സരം മാറിയിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 187 റൺസാണ് നേടിയത്. ഡേവിഡ് മില്ലർ 63 റൺസ് എടുത്ത് ഡിവാൾഡ് ബ്രേവിസ് 45 റൺസ്, ട്രിസ്റ്റൻ സ്റ്റബ്സ് 44 എന്നിവരുടെ ഇന്നിംഗ്സുകളാണ് മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 18.5 ഓവറിൽ കേവലം 111 റൺസിന് എല്ലാവരും പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ടായി. 4 വിക്കറ്റ് വീഴ്ത്തിയ മാർക്കോ ജാൻസൺ, 3 പേരെ പുറത്താക്കിയ കേശവ് മഹാരാജ് എന്നിവർ ഇന്ത്യയെ തകർക്കുകയായിരുന്നു. തോൽവി ഇന്ത്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. പക്ഷേ ആ തോൽവി ഒരു ആവശ്യമായിരുന്നു എന്നും ദക്ഷിണാഫ്രിക്കയുടെ അപാര ഫോമായിരുന്നു ഇന്നലെ കണ്ടതെന്നുമാണ് ശ്രീ രംഗനാഥൻ നമ്മളോട് പ്രതികരിക്കുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. BCCIയുടെ മാച്ച് റഫറി ഇന്നലത്തെ മത്സരത്തെ വിലയിരുത്തുന്നതെന്ന് കേൾക്കാം.
ക്രിക്കറ്റില് ഒരു പരാജയം അനിവാര്യമാണ്. കാരണം ഇന്നലെ ഒരു മികച്ച രീതിയിൽ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാരുടെ പോരാട്ടം അതാണ് എടുത്തു പറയേണ്ടത്. കാരണം 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് അവരതിൽ നിന്നാണ് പിന്നീട് മില്ലറും സ്റ്റബ്സും കൂടാതെ ബ്രെവിസും ചേർന്നുള്ള ആ ഒരു ബാറ്റിംഗ് നിര ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ മധ്യനിര വളരെ സ്ട്രോങ് ആയിട്ട് കളിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു നല്ല സ്കോറിലോട്ട് അവർക്ക് എത്തപ്പെടാൻ സാധിച്ചു. 187 എന്നുള്ളത് നല്ലൊരു ടോട്ടലാണ്. കാരണം തിരിച്ച് ബാറ്റ് ചെയ്യുക, സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് അറ്റാക്ക് നമുക്കറിയാം ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ബോളിംഗ് നിരയാണ്. പക്ഷെ ഇന്ത്യക്കും തുടക്കം പിഴച്ചു. പ്രത്യേകിച്ച് ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, സൂര്യകുമാർ യാദവ് തുടങ്ങിയ ബാറ്റർമാരുടെ വിക്കറ്റുകൾ തുടർച്ചയായിട്ട് നഷ്ടപ്പെടുന്നു. പിന്നീട് ആ സ്കോർ മറികടക്കാനായിട്ട് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് സാധിച്ചില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു പരാജയം. ഇന്ത്യ ആ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് മില്ലറിന്റെ ബാറ്റിംഗ് മികവ്, അതുകൂടാതെ ബ്രോയിസിന്റെ വളരെ അറ്റാക്ക് ചെയ്ത അദ്ദേഹത്തിന്റെ ആ ഒരു ഇന്നിങ്സ്, എല്ലാ രീതിയിലും നോക്കുകയാണെങ്കിൽ ബോളർമാര് മികച്ചതായിട്ട് പന്ത് എറിഞ്ഞെങ്കിലും പിന്നീട് അവസാന ഓവറുകളിൽ വരുൺ ചക്രവർത്തി ഉൾപ്പെടെയുള്ളവർ ധാരാളം റണ്ണ് വിട്ടുകൊടുക്കുന്ന ഒരു പ്രവണത കാണാൻ സാധിച്ചു. എന്തായാലും 76 റൺസിന്റെ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതോടെ സെമി ഫൈനലിലെത്താനുള്ള ഇന്ത്യയുടെ സാധ്യതകൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ലോകകപ്പിന്റെ സെമി ഫൈനലിൽ സ്ഥാനമുറപ്പിക്കാൻ അടുത്ത 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് ജയം അനിവാര്യമായി മാറി. അതുമാത്രമല്ല, വൻ മാർജിനിൽ തോറ്റതിനാൽ നെറ്റ് റൺ റേറ്റിലും വൻ തിരിച്ചടിയാണ് ഇന്ത്യക്കുണ്ടായിരിക്കുന്നത്. 26-ന് ചെന്നൈയിൽ സിംബാബ്വെക്കെതിരെയാണ് അടുത്ത മത്സരം. മാർച്ച് 1-ന് വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് സൂപ്പർ 8 റൗണ്ടിലെ അവസാന മത്സരം. 2 മത്സരങ്ങളും വിജയിക്കുക മാത്രമല്ല, നെറ്റ് റൺ റേറ്റ് മെച്ചപ്പെടുത്തുക എന്ന കടമ്പ കൂടി ഇന്ത്യക്ക് മറികടക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു മത്സരം തോറ്റാൽ പിന്നെ മറ്റു ടീമുകളുടെ മത്സര ഫലങ്ങളെ കൂടി ആശ്രയിച്ചായിരിക്കും സെമി പ്രവേശനം. ഇന്ത്യയുടെ സാധ്യതകൾ എന്ന് പറയുന്നത് 2 മത്സരങ്ങളിലും വിജയിക്കുക എന്നതാണ്. അടുത്ത 2 മത്സരങ്ങളും വിജയിച്ചാൽ ഇന്ത്യക്ക് 4 പോയിന്റുകൾ ലഭിക്കും. മറ്റ് 2 ടീമുകൾക്ക് കൂടി 4 പോയിന്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഒഴികെ സെമി ഫൈനലിൽ കടക്കാൻ ഇത് മതിയാകും. ദക്ഷിണാഫ്രിക്ക ബാക്കിയുള്ള മത്സരങ്ങളിൽ 1 മാത്രം വിജയിക്കുകയും വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ മത്സരത്തിലെ വിജയി ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തുകയും ചെയ്താൽ 3 ടീമുകൾക്ക് 4 പോയിന്റ് വീതമാകും. ഇങ്ങനെ ഉണ്ടായാൽ നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ത്യയുടെ സെമി പ്രവേശനം തീരുമാനമെടുക്കുക. ഒരു മത്സരത്തിലൊക്കെ മാത്രം വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ മറ്റ് ടീമുകളുടെ മത്സര സാധ്യതകളെ കൂടി കാത്തിരിക്കേണ്ടുന്ന ഒരു അവസരം ഇന്ത്യയെ സംബന്ധിച്ചുണ്ടാകും. എന്തായാലും ഇന്ത്യക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്നത് ആരാധകർ ഒന്നും പ്രതീക്ഷിച്ചതല്ല, ടീമും പ്രതീക്ഷിച്ചതല്ല. അത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. എന്തായാലും സൂര്യകുമാർ യാദവിനെതിരെയൊക്കെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നത് ഈ വിന്നിംഗ് കോമ്പിനേഷൻസിനെ കുറിച്ചാണ്. സഞ്ജുവിന്റെ ഫാൻസാണ് സൂര്യകുമാർ യാദവിനെതിരെ ഈ വിന്നിംഗ് കോമ്പിനേഷന്റെ കാര്യമൊക്കെ പറഞ്ഞ് സഞ്ജുവിനെ പുറത്ത് നിർത്തുന്നതിൽ വലിയ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്. നേരത്തെയും സഞ്ജുവിനെ പുറത്തിരുത്തുന്നത് ന്യായീകരണമാണ് സൂര്യകുമാർ യാദവ് മുന്നോട്ട് വെച്ചിരുന്നത്. ഇതൊക്കെ ഉയർത്തിക്കാട്ടിയുള്ള വലിയ വിമർശനമുണ്ട്. എന്തായാലും ആരാധകർ അസ്വസ്ഥരാണ്. ഇന്ത്യയെ സംബന്ധിച്ച് സെമിയിലേക്ക് എത്തുക എന്നത് വലിയ വെല്ലുവിളിയായി തുടരുന്നു. മറ്റ് ടീമുകളുടെ പെർഫോമൻസിനെ പോലും ആശ്രയിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആരാധകരെ സംബന്ധിച്ച് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫോക്കസ് 5. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6-ൽ മറ്റു വാർത്തകൾ കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.